നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്ത്രങ്ങൾ മെനയാൻ മുന്നണികൾ. UDF നിർണായക ഏകോപന സമിതി ഇന്ന് കൊച്ചിയിൽ ചേരും. മുന്നണി വിപുലീകരണവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ചർച്ച ചെയ്യും. PV അൻവറിനെയും CK ജാനുവിനെയും മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിലും ഇന്ന് തീരുമാനമെടുക്കും. തദ്ദേശത്തിലെ തിരിച്ചടി വിലയിരുത്താൻ BJP നേതൃയോഗവും ഇന്ന് കണ്ണൂരിൽ ചേരും. വിവരങ്ങളുമായി റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. VS രഞ്ജിത്തിലേക്ക് പോവുകയാണ്. രഞ്ജിത്ത്, നിയമസഭയിലേക്ക് ഒരുങ്ങേണ്ട സമയമാണ് മുന്നണികൾക്കെല്ലാം. ആരൊക്കെയാണ് യോഗങ്ങൾ നടത്തുന്നത്? UDFനെ സംബന്ധിച്ച് മുന്നണി വിപുലീകരണം അത് ഏതൊക്കെ രീതിയിലാണ് ആലോചിക്കുന്നത്? രോഷ്നി, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ, ഒന്ന് കൊച്ചിയിലും മറ്റൊന്ന് കണ്ണൂരിലും നടക്കുകയാണ്. കണ്ണൂരിൽ നടക്കുന്നത് BJPയുടെ സംസ്ഥാന നേതൃയോഗമാണ്. BJPയെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിയ മുന്നേറ്റം ചിലയിടങ്ങളിലുണ്ടായി, ചിലയിടങ്ങളിൽ വലിയ തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുന്നേറ്റം ഉണ്ടാക്കിയ മേഖലകളിൽ എന്തെല്ലാം സാധ്യതകളാണ് പാർട്ടിക്കുള്ളത്? പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ച സാഹചര്യത്തിൽ അവിടുത്തെ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും നേമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊരു പരിശോധന. അതുപോലെ തിരിച്ചടി ഉണ്ടായിട്ടുള്ള പാലക്കാട്ടും പന്തളത്തും തൃശ്ശൂരിലും ഒക്കെ എങ്ങനെയാണ് അത് പരിഹരിക്കാൻ സാധിക്കുക? ഗ്രാമീണ മേഖലയിൽ എന്തുകൊണ്ട് വോട്ടുകൾ കുറഞ്ഞു? തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പരിശോധനയായിരിക്കും BJP ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടിയുടെ ഭാഗമായി 2000-ഓളം സ്ഥാനാർത്ഥികളെ BJP ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിരുന്നു. ഈ സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും പരാജയപ്പെട്ടു എന്നൊരു വിലയിരുത്തലുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തു തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇത്തരം വിമർശനങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ സംസ്ഥാന നേതൃയോഗം. V മുരളീധരനും K സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ട്രാറ്റജിയിൽ എങ്ങനെ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള സാധ്യതയുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. രാജീവ് ചന്ദ്രശേഖർ തന്നെ നിയമത്ത് മത്സരിക്കുമെന്ന് അദ്ദേഹവും പറയുകയുണ്ടായി. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കണക്ക് പ്രകാരം അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നണി വിപുലീകരണം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാമായിരിക്കും ഇന്നത്തെ UDF യോഗത്തിലെയും ചർച്ച. ഓക്കെ, എന്തായാലും BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കണ്ണൂരിൽ ചേരുകയാണ്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ ഇന്ന് UDFന്റെ നിർണായക ഏകോപന സമിതി കൊച്ചിയിൽ ചേരുന്നുണ്ട്.